വിഷ്ണു, ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടെങ്കിലും ഈ പുറത്തു വന്ന പരാതികളിലൊക്കെ മറ്റ് സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം എന്നുള്ളൊരു രീതിയുണ്ടല്ലോ, ആ നിലയ്ക്ക് തന്നെയായിരിക്കും ഇതിലും അന്വേഷണം മുന്നോട്ട് പോവുക വിഷ്ണു? ഉന്മേഷ, അന്വേഷണ രീതിയിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. മുൻപ് എന്തെല്ലാം രീതികളാണോ അന്വേഷണ സംഘം സ്വീകരിച്ചത് അതേ നടപടി തന്നെയായിരിക്കും ഇതിലും കൈക്കൊള്ളുക. പ്രാഥമികമായി FIR ഇടുക എന്നൊരു ചുമതല മാത്രമാണ് നിലവിൽ ഈ ഊന്നുകൽ പോലീസിനുള്ളത്. അവിടെ നിന്ന് ഈ കേസ് എത്രയും പെട്ടെന്ന് ഈ SIT സംഘം ഏറ്റെടുക്കും. ബാക്കി തുടരന്വേഷണങ്ങൾ നടത്തുക അവരായിരിക്കും. അവരുടെ നിലവിലെ ഒരു അന്വേഷണ രീതി ഇങ്ങനെയാണ്. ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും വിശദമായി. ഒരുപക്ഷെ ഈ അജിത ബീഗത്തിന്റെ അതല്ല എങ്കിൽ പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ സ്ഥലത്ത് എവിടെയാണോ പീഡനം നടന്നത് എന്ന് ഈ പെൺകുട്ടി പറയുന്ന സ്ഥലത്ത് ഇവരെ എത്തിച്ച് അത് സ്ഥിരീകരിക്കും. അതിനുശേഷം പെൺകുട്ടിയുടെ 164 പ്രകാരമുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഇതാണ് പ്രാഥമിക അന്വേഷണമായി നിലവിൽ SIT ഫോളോ ചെയ്യുന്ന മാതൃക. കഴിഞ്ഞ അന്വേഷണ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ അതാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വീകരിച്ച നടപടി. അത് തന്നെയായിരിക്കും ഈ കേസിലും കൈക്കൊള്ളുക. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇപ്പോഴും മുകേഷിനെതിരെ എടുത്ത കേസിലും അല്ലെങ്കിൽ ഇടവേള ബാബുവിനെതിരെ എടുത്ത കേസിലും സിദ്ദിഖിനെതിരെ എടുത്ത കേസിലും ഒന്നും അറസ്റ്റിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. വിഷ്ണു, ഇപ്പോൾ ഈ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് വിഷ്ണു, ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ 6ാം പ്രതിയായിട്ട് നിവിൻ പോളിയുടെ പേര് മാത്രം നൽകുന്നത്, മറ്റ് പ്രതികൾ ആരൊക്കെയാണ്, ആ പേര് എന്താണ് നൽകാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ചില പ്രതികളുടെ പേരുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉന്മേഷ്, ശ്രേയ ബഷീർ, കുട്ടൻ, അതോടൊപ്പം തന്നെ നിർമ്മാതാവ് AK സുനിൽ തുടങ്ങിയ ആളുകളാണ് ഈ കേസിലെ മറ്റ് പ്രതികളായി നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇവരുടെയൊക്കെ സിനിമാ പശ്ചാത്തലം എന്നുള്ളത് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പരാതിക്കാരി നേര്യമംഗലം സ്വദേശിനിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഊന്നുകൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിയുടെ സ്ഥലം ഊന്നുകലിൽ ആയതുകൊണ്ടാണ് ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇമ്പാക്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ശരി വിഷ്ണു, വിഷ്ണുവിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് എന്നുള്ളതാണ്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് വാഗ്ദാനം നൽകിയാണ് ഈ പീഡനം എന്നാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ നടന്ന സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിവിൻ പോളി 6ാം പ്രതിയാണ്. മറ്റു പ്രതികൾ കൂടിയുണ്ട് ഈ കേസിൽ. നിർമ്മാതാവ് AK സുനിൽ അടക്കമുള്ളവർക്കെതിരെയും കേസുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. FIR വിവരങ്ങൾ പൂർണ്ണമായി പുറത്തേക്ക് വരുന്നതേയുള്ളൂ. തിരുവനന്തപുരത്താണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴി കിട്ടിയത്. ഊന്നുകൽ പോലീസിന് അത് കൈമാറുകയായിരുന്നു. അങ്ങനെ ഊന്നുകൽ പോലീസ്, എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് പീഡന കേസ് എടുത്തിരിക്കുന്നത്. അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് യുവതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ കൂടുതൽ FIR വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. നേര്യമംഗലം സ്വദേശിനി, എറണാകുളം ജില്ലയിലെ നേര്യമംഗലം സ്വദേശിനിയാണ് ഈ പരാതിക്കാരി എന്നുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ശ്യാംകുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ FIR വിവരങ്ങൾ പൂർണ്ണമായി അറിവായിട്ടുണ്ടോ? വകുപ്പുകൾ ഏതൊക്കെയാണ് ശ്യാം? സ്വാഭാവികമായും പെൺകുട്ടിയുടെ പീഡന പരാതിയിൽ IPC 376 വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസായിരിക്കുന്നത്. ഈ കേസിലെ 2ാം പ്രതി നിവിൻ പോളിയാണെങ്കിലും മറ്റു പ്രതികൾ ശ്രേയ, ബഷീർ, കുട്ടൻ എന്നിവർക്ക് പുറമെ നിർമ്മാതാവ് സുനിൽ എന്ന ഒരു പ്രതി കൂടിയുണ്ട്. ഇവർ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിക്കുകയും അതിന് മറ്റുള്ളവർ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റുള്ളവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു കുറ്റം സിനിമാ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ വിദേശത്തെത്തിക്കുകയും നിവിൻ പോളിക്ക് പീഡിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഇവർക്കെതിരെയും സമാന കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാ ഉപ്രകാരം തന്നെ കേസുകൾ തന്നെയാണ് നിർമ്മാതാവിനും മറ്റു പ്രതികൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ FIR-ന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അത് ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം മാത്രമാകും അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുക. പരാതിക്കാരി ഒരു പെൺകുട്ടിയാകുകയും അവരെ ലൈംഗിക പീഡനം നടത്തി എന്നുള്ളത് മൊഴിയായി നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ FIR പ്രസിദ്ധീകരിക്കില്ല. പക്ഷേ അത് SIT-ക്ക് കൈമാറുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പെൺകുട്ടിയെ സിനിമാ അവസരം നൽകി